ജി സുധാകരൻ മുന്നിലും പിണറായി പിന്നിലും. ജി സുധാകരൻ മുന്നിലും പിണറായി പിന്നിലുമാകുന്നു എന്നുള്ള വാർത്ത അതെങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷം എടുക്കുക, എങ്ങനെയാണ് CPM എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPM-ൽ ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വരികയും സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോവുകയും ചെയ്തു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മുന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ. ഈ ലീഡ് നില തന്നെയാണ് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനോ എന്തെങ്കിലും തരത്തിൽ വിശദീകരിക്കാനോ പാർട്ടിക്ക് സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭരണവിരുദ്ധ വികാരം എന്നത് വളരെ കൃത്യത. മുഖ്യമന്ത്രിയും ഒരു ഡസനിൽ ലീഡ് മാറ്റണം. ഇതല്ല 2500 വോട്ടിന് പിന്നിലാണ് പിണറായി വിജയൻ. 2523 വോട്ടിന് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുകയാണ്. ഇതൊരു ഭരണവിരുദ്ധ വികാരം എന്നതിലേക്ക് ഒതുക്കാൻ കഴിയും. പക്ഷേ ചിറ്റൂരിൽ അപ്രതീക്ഷിതമായി LDF സ്ഥാനാർത്ഥി V മുരുകദാസ് 282 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലായിരിക്കുന്നു. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ പിന്നിലാവുന്നു. ചിറ്റൂരിൽ ലീഡ് തിരിച്ചുപിടിക്കുന്നു LDF. കളമശ്ശേരിയിൽ UDF ലീഡ് 760 കുറയുന്നു. കളമശ്ശേരിയിൽ UDF-ന്റെ ലീഡ് 760 കുറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥ മാറുന്നു. വൈപ്പിനിൽ LDF-ന്റെ തിരിച്ചുവരവ് 1243 വോട്ടുകൾക്ക് 1243 വോട്ടുകൾക്ക് പ്രേക്ഷകരെ, കൊടുങ്ങല്ലൂരിലും LDF-ന്റെ തിരിച്ചുവരവ്. കഥ മാറുന്നു. സൂപ്പർ ടെസ്റ്റ് വീണ്ടും കൊടുങ്ങല്ലൂരിൽ തിരിച്ചു വരുന്നു. കൊടുങ്ങല്ലൂരിൽ ജലീഷ് പിന്നിലാവുന്നു. കൊടുങ്ങല്ലൂരിലും LDF-ന്റെ തിരിച്ചുവരവ്. കൊടുങ്ങല്ലൂരിൽ തിരിച്ചു വരുന്നു, വൈപ്പിനിൽ തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇതാ തലശ്ശേരിയിൽ LDF 9165 വോട്ട്. വോട്ടുകൾക്ക് ജി സുധാകരൻ മുന്നിലാണ്. പുന്നപ്രയിലും പുറക്കാടുമാണ് ഇപ്പോൾ ഇടത് ക്യാമ്പ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലായിൽ നടക്കുന്നത്. അവിടെ UDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. 3400. തോമസ് ഉണ്ണിയാടൻ 1197 ലീഡ് ചെയ്യുന്നു. തോമസ് ഉണ്ണിയാടൻ ഏറെ നേരമായി ലീഡ് എടുത്തു പോകുന്നു. ഒരു സമയത്ത് പോലും മന്ത്രി ആർ ബിന്ദുവിന് ഇരിങ്ങാലക്കുടയിൽ ലീഡ് കിട്ടിയിരുന്നില്ല. തോമസ് ഉണ്ണിയാടന്റെ ലീഡാണ്. അപ്രതീക്ഷിതമായി കോട്ടകൊത്തളങ്ങൾ ഇളക്കിയെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവിന്റെ സൂചന. തലശ്ശേരിയാണ് പ്രധാനം. തലശ്ശേരിയിൽ 9000 പാലയിൽ 800 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. 800 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. മണലൂരിൽ 22 വോട്ടുകൾക്ക് വീണ്ടും LDF. തിരിച്ചുവരവിന്റെ തിരിച്ചുവരവിന്റെ സൂചനകൾ കാണുന്നു. ഫീൽഡിൽ നിന്ന്, മണലൂരിൽ നിന്ന് അവിടെ TN പ്രതാപൻ പിന്നിലായിരിക്കും. 4070 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ പിന്നിലാവുകയും രമേശ് ചെന്നിത്തല 4070 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മുന്നിലാവുകയും ചെയ്യുന്നു. രമേശ് ചെന്നിത്തല മുന്നിൽ, പറവൂരിൽ VD സതീശൻ പിന്നിൽ. 91ലേക്ക് കുറഞ്ഞിരിക്കുകയാണ് UDF-ന്റെ ലീഡ്. 45 LDF നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാഞ്ഞങ്ങാട് LDF-ന്റെ തിരിച്ചുവരവ് 2086 വോട്ടുകൾക്ക് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 2086 വോട്ടുകൾക്ക് മുന്നിൽ. വീണ്ടും തിരിച്ചുവരവ്. ആലപ്പുഴയിൽ പക്ഷേ സാധ്യമല്ല. പിന്നിലാണ് 2909 വോട്ടുകൾക്ക് പിന്നിലാണ്. ചവറയിൽ ലീഡ് ഷിബു 5891 വോട്ട്. ഗുരുവായൂരിൽ LDF-ന്റെ ലീഡ് കുറയുന്നു. UDF AK അക്ബർ 5590. കുന്നനാട് UDF ലീഡ് 4123. പറവൂരിൽ 4123 വോട്ടുകൾക്ക് ലീഡ് ഉയരുകയാണ് കേട്ടോ. പറവൂരിൽ UDF ലീഡ് ഉയർത്തുന്നു. പ്രതിപക്ഷ നേതാവ്. അതെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നോക്കാം. ഇതാണ് കുന്നത്തൂരാണ് ലീഡ് 4123ലേക്ക്. മണലൂരിൽ രവീന്ദ്രനാഥ് ലീഡ് ഉയർത്തി 461. മണലൂരിൽ വീണ്ടും രവീന്ദ്ര മാഷിന്റെ തിരിച്ചുവരവ്. 469 വോട്ടുകൾക്ക് 469 വോട്ടുകൾക്ക്. താനൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. താനൂരിൽ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 6131 വോട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും വൈക്കത്ത് 801 വോട്ടിന് ലീഡ്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണെങ്കിൽ പോലും വൈക്കത്ത് LDF ലീഡ് പിടിക്കുന്നു. വൈക്കത്ത് 801. പാറശാലയിൽ CK ഹരീന്ദ്രൻ ലീഡ് ഉയർത്തുന്നു. 2418 വോട്ടുകൾക്ക് മുന്നിൽ. പിന്നിൽ UDF സ്ഥാനാർത്ഥി അഴീക്കോട് LDF ലീഡ് ചെയ്യാൻ തുടങ്ങി. സുമേഷ് 1436 വോട്ടിന് സുമേഷ് മുന്നിൽ എന്നുള്ള വിവരം. അഴീക്കോട് LDF-ന്റെ തിരിച്ചുവരവ്. അഴീക്കോട് ജോൺ 5891 വോട്ടുകൾക്ക് ചവറയിൽ മുന്നിലാണ്. വള്ളിക്കുന്നിൽ TV എബ്രഹാം 7347 വോട്ടുകൾക്ക് മുന്നിലാണ്.